ഏവർക്കും ഉബുണ്ടു ജാലകത്തിന് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSLC IT പ്രാക്ടിക്കൽ പരീക്ഷ 2026 ബന്ധപ്പെട്ട് കൈറ്റ് പുറത്തിറക്കിയിരിക്കുന്ന സാമ്പിൾ ചോദ്യങ്ങളിലെ QG സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പരിശോധിക്കാം. ഇടുക്കി ജില്ലയിൽ സംഭവിച്ച ഒരു ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ മണ്ണിടിച്ചിലിലെ വിവരങ്ങൾ QG സോഫ്റ്റ്വെയറിൽ പ്രദർശിപ്പിച്ച് സ്ക്രീൻഷോട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് ചോദ്യം. അതിനുള്ള സൂചനകൾ നൽകിയിട്ടുണ്ട്. എക്സാം 10 ഡോക്യുമെൻറ്റ്സിലെ QGIS ഫോൾഡറിലെ idukki.qgis എന്ന ഫയൽ തുറക്കുക. അതിനുശേഷം കേരള ലാൻഡ് സ്ലൈഡ് .csv എന്നൊരു ഫയൽ അതൊരു ലെയറായിട്ട് ചേർക്കുന്നത്. ഇടുക്കി ജില്ലയിൽ സംഭവിച്ച ഏതെങ്കിലും ഒരു ഉരുൾപൊട്ടലിൻ്റെ വിവരങ്ങൾ അത് അടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് പ്രദർശിപ്പിക്കുക. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് തയ്യാറാക്കി രജിസ്റ്റർ നമ്പർ _ലാൻഡ് സ്ലൈഡ് _idk.png എന്ന പേരിൽ എക്സാം 10 പ്രോഡക്റ്റ് എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് പരിശോധിക്കാം. ആദ്യമായി നമുക്ക് ഈ ഒരു ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. എക്സാം 10 ഡോക്യുമെൻറ്റ്സിൽ ഇവിടെ QGIS എന്ന ഫോൾഡർ കാണാം. QGIS എന്ന ഫോൾഡറിനുള്ളിൽ idukki.qgis എന്നൊരു ഫയലുണ്ട്. അത് ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഇനി രണ്ടാമതായി ഇതിലേക്ക് ചേർക്കേണ്ടത് ടെക്സ്റ്റ് ഒരു ലെയറായിട്ട് ചേർക്കണം. അങ്ങനെ ഒരു പുതിയൊരു ലെയർ ചേർക്കുന്നതിന് വേണ്ടി ഈ ലെയർ എന്നതിൽ നിന്നും ആഡ് ലെയർ എന്ന ഓപ്ഷനിലേക്ക് വരുന്നു. ആഡ് ലെയറിൽ ആഡ് ഡീലിമിറ്റഡ് ടെക്സ്റ്റ് ലെയർ എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഫയൽ നെയിം എന്ന് കാണുന്നതിൻ്റെ വലതുഭാഗത്ത് 3 ഡോട്ടുകൾ കാണാം. ഈ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫയൽ അതേ സെയിം ഫോൾഡർ തന്നെ ആയതുകൊണ്ട് കേരള ലാൻഡ് സ്ലൈഡ് CSV എന്നൊരു ഫയൽ നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. ഈ ക്ലാസ് 10ലെ QGIS എന്ന ഫോൾഡറിൽ തന്നെ കേരള ലാൻഡ് സ്ലൈഡ് എന്നുള്ള ടെക്സ്റ്റ് ഫയൽ നമുക്ക് ലഭിക്കുന്നു. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്കിവിടെ കാണാം ആ ഒരു ഫയൽ സെലക്ട് ആയിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കിയാൽ പോയിൻ്റ് കോർഡിനേറ്റ്സ് ആണ്. X ഫീൽഡ് ലോഞ്ചിറ്റ്യൂഡും Y ഫീൽഡ് ലാറ്റിറ്റ്യൂഡും കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തേണ്ടതില്ല. ആഡ് എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. ഇപ്പോഴവിടെ ഒരു പോയിന്റുകളെല്ലാം തന്നെ അവിടെ വന്നിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരു പോയിന്റിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി നമുക്കിവിടെ മുകൾ ഭാഗത്ത് ഐഡൻറ്റിഫൈ ഫീച്ചേഴ്സ് എന്നുള്ളൊരു ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിലേതെങ്കിലും ഒരു പോയിന്റിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇവിടെ നമുക്ക് ദൃശ്യമാവും. അപ്പോൾ ആ ഒരു പ്രദേശത്തിൻ്റെ പേര് ഇവിടെ കാണാം. ലാൻഡ് സ്ലൈഡ് ഇൻ മാളിയേക്കൽ കോളനി. അത് ഏത് ഡേറ്റിലാണ്, എൻ്റെ ഡീറ്റെയിൽസ്, സമയം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ്. അതിന് നമുക്ക് കീബോർഡിലെ PRTSC എന്ന ഒരു കീ പ്രസ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു QG സോഫ്റ്റ്വെയർ മുഴുവനായും കാണുന്ന തരത്തിലേക്ക് അതൊന്ന് ഡ്രാഗ് ചെയ്തതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുന്നതോടുകൂടി ഇനി ഈ സ്ക്രീൻഷോട്ട് ലഭിക്കുന്നതിന് വേണ്ടി ഫയൽസിലേക്ക് പോകാം. ഫയൽസിലെ പിക്ചേഴ്സിലേക്ക് വരുന്നു. പിക്ചേഴ്സിലെ സ്ക്രീൻഷോട്ടിൽ അവസാനം വരുന്നതാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ആ ഒരു സ്ക്രീൻഷോട്ട്. അതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി എടുത്തതിന് ശേഷം നമ്മൾ ഹോമിലേക്ക് വരുന്നു. ഹോമിലെ എക്സാം 10 പ്രോഡക്റ്റ് എന്ന ഒരു ഫോൾഡറിലേക്കാണ് നമുക്കത് പേസ്റ്റ് ചെയ്യേണ്ടത്. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒഴിഞ്ഞ ഒരു ഭാഗത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം പേസ്റ്റ് എന്നത് ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും പേര് മാറ്റുന്നതിന് വേണ്ടി വീണ്ടും അതേ ഫയലിൽ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് റീനെയിം എന്ന ഓപ്ഷൻ എടുക്കുന്നു. അതിനുശേഷം നമ്മുടെ രജിസ്റ്റർ നമ്പർ _ലാൻഡ് സ്ലൈഡ് _ എന്ന് പേര് നൽകി റീനെയിം എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ഒരു പ്രവർത്തനം അവസാനിക്കുകയാണ്. ഇതുവരെ വീഡിയോ ഉണ്ടായവർക്കും നന്ദി, നമസ്കാരം.